അളിയാ. ആൻഡ്രോയ്ക്കൊരു ടിക്കം വീണു. காதல் என்ற ஒன்று அது கடவுள் போல உணரத்தானே முடியும், அதில் உருவம் இல்லை. காயம் கொண்ட இதயம் ஒரு குழந்தை போல வாயை மூடி அழுவேன், சொல்ல வார்த்தை இல்லை. കായമോ മീൻസ് വലി, പെയിൻ. ഇതയം, ഹൃദയം. ഒരുമിച്ച് 2 ടിക്ക് ആൻഡ്രോയ്ക്ക്. அன்பே உன் புன்னகையெல்லாம் அடி நெஞ்சில் சேமித்தேன், கண்ணே உன் புன்னகையெல்லாம் கண்ணீராய் உருகியது, வெள்ளை சிரிப்புகள் உன் தவறா, அதில் கொள்ளை போனது என் തവറാ. തവര എന്തുവാ നന്ദ? ആമി കൂടി ചോദിച്ചപ്പോഴാണ് മീരയുടെ നെഞ്ചൊന്ന് പിടഞ്ഞത്. തെറ്റ്. ആമിയുടെ പേര് ബോർഡിൽ വരോ? കൂട്ടിപ്പിടിച്ച ചോക്കിൽ തന്നെയായിരുന്നു അവൻ്റെ കണ്ണ്. ഒന്ന് മടിച്ചവൾ എഴുതി ആമി. അപ്പോഴും തൻ്റെ പേരില്ല. അവൻ്റെ ശോകച്ചിരി ഇരട്ടിച്ചു. பிரிந்து சென்றது உன் தவறா, அதை புரிந்து கொண்டது என் தவறா, ஆண் கண்ணீர் பருகும் பெண்ணின் இதயம் சதையல்ல கல்லின் சுவரா. വെറും കല്ലല്ല, പാറ. ആമിയുടെ മറുപടി അവളെ തളർത്തിയിരുന്നു. അങ്ങനെ വിട്ടുകൊടുക്കാൻ മാത്രം അവൾ തയ്യാറായിരുന്നില്ല. താനിവിടുത്തെ ലീഡറാണ്. ലീഡറിന്റെ ചോക്ക് ആമിയുടെ പേരിൽ കുത്തി വരച്ചു. ടിക്ക്. പാട്ടിന്റെ ഉച്ച കൂട്ടി നന്ദൻ. അതിനു പിറകെ ക്ലാസ്സിലെ പലരുടെയും പേരും ബോർഡിൽ തെളിഞ്ഞു വന്നു, നന്ദന്റെ ഒഴികെ. കണ്ണടച്ചവൻ പാട്ടിൽ മുഴുകി. ഉള്ളിലെ ചോദ്യം വേദന നിറഞ്ഞ് ചുണ്ടിൽ വിടരുന്നു. അവൻ പോലും അറിയാതെ അത് വരികളായി. கண்கள் மூடிய புத்தர் சிலை என் கனவில் வருவது பிடிக்கும் என்றேன், தயக்கம் என்பது சிறிதுமின்றி அதை எனக்கும் எனக்கும் தான் பிடிக்கும் என்ற, அடி உனக்கும் உனக்கும் எல்லாம் பிடிக்கும், என்னை ஏன் பிடிக்காதென்றாய். ഉച്ചത്തിൽ അവൻ കണ്ണടച്ച് പാടി നിർത്തി. ദേഷ്യവും സങ്കടവും ഉച്ചസ്ഥായിയിൽ എത്തിയിരുന്നു. ഈർപ്പം നിറഞ്ഞ കണ്ണ് അവൻ മെല്ലെ തുറന്നു നോക്കുമ്പോൾ ഇപ്പോഴെങ്കിലും തൻ്റെ പേരൊന്ന് ബോർഡിൽ വരണമെന്ന് മാത്രമേ അവൻ കൊതിച്ചിരുന്നുള്ളൂ. മങ്ങിയ കാഴ്ചയിൽ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന 2 കണ്ണുകൾ തൊട്ടടുത്ത് വന്നു നിൽക്കുന്നത് അവൻ കണ്ടു. മീര. അവൻ്റെ പുരികം വളഞ്ഞു ചുരുണ്ടു. അവൾ തന്നെ നോക്കുന്നു, കണ്ണിൽ തീയോടെ. തൊണ്ടയിൽ നീരൊക്കെ വറ്റി എന്ത് പറയണമെന്നറിയാതെ നോക്കി നിന്നു നന്ദൻ. അവളുടെ കൈ നീണ്ടു വന്ന് ഒറ്റ സെക്കൻഡിൽ തട്ടിപ്പറിച്ചു ഫോൺ. ഇത് മിസ്സിൻ്റെന്ന് വാങ്ങിച്ചോ? മുഴപ്പിച്ചു നോക്കി അവൾ തിരിഞ്ഞു നടന്നു. അവൾ ലീഡർ മീര ആയിരുന്നു. ഫോണിൽ മുറുക്കി പിടിച്ച മീരയുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി താനത് ചെയ്തു. ആവേശത്തിൽ അവൾ വേഗത്തിൽ നടന്നു. സ്റ്റേജിലേക്ക് കാലുവയ്ക്കും മുന്നേ നന്ദനോടി അവളുടെ മുന്നിൽ കയറി ഇരുവശത്തെയും ഡെസ്കിൽ കൈയെത്തിച്ചു നിന്നു. ലീഡർ ഫോൺ തന്നെ. വലതുവശത്തെ ഡെസ്കിൽ നിന്ന് കൈയെടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. ഇല്ല. നന്ദന്റെ ദേഷ്യം മൂർധന്യത്തിലെത്തിയിരുന്നു. 2 കൈയും മാറിൽ കെട്ടി അവൻ അവളെ നിരീക്ഷിച്ചു. ഇപ്പോൾ അവൾക്ക് തന്നെ കാണാം, തന്നെ മാത്രം കാണാം. മര്യാദയ്ക്ക് താ, അത് ആൻഡ്രോയുടെ ഫോണാ. ആൻഡ്രോയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. കാരണം അവരിപ്പോൾ ഉറ്റ ചങ്ങാതികളാണ്. അതിന് കാരണം മീരയും. കൂടുതൽ നേരം അവനെ ഫേസ് ചെയ്യാൻ കഴിയാതെ അവൾ മുഖം ജനലിലേക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ഫോണിലെ പിടി ദൃഢമാക്കി അവൾ കൈ പിന്നിൽ ഒളിപ്പിച്ചു. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞൊടിയിടയിൽ പിന്നിൽ കെട്ടിയ അവളുടെ കൈ അവൻ മുന്നിലേക്ക് ബലമായി വലിച്ചെടുത്തു. കൈത്തണ്ട ഇടത് കൈ കൊണ്ട് മുറുക്കി പിടിച്ച് വലത് കൈയാൽ ആ വിരലുകളിൽ കുടുങ്ങിക്കിടന്ന ഫോണിനെ വേർപെടുത്താൻ തുനിഞ്ഞു. അവളും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാണികളായി ക്ലാസും. വേദനിക്കുന്നു നന്ദ, കൈവിട്. തൻ്റെ പേര് കേട്ടതും ഒരു വൈദ്യുതി പ്രവാഹം അവനിലൂടെ പാഞ്ഞു. അവളത് മുൻപും പറഞ്ഞിട്ടില്ലേ? വേദനിക്കുന്നു നന്ദ, കൈവിട്. ആവേശത്തിൽ അവളെ വാതിലിൽ ചേർത്ത് നിർത്തിയിരുന്നു നന്ദൻ. സോറി. അവൻ കൈവിടുവിച്ച് അവളെ ഉറ്റുനോക്കി. എന്നെ പാക്രിയ? മുഖമുയർത്തേണ്ട താമസം. അവനത് വീണ്ടും ചോദിച്ചു. സൊല്ല്, പിടിക്കുമോ എന്നെ? ശരിക്കും? യെസ്. ഒരുതരം മരവിപ്പായിരുന്നു അവളുടെ വാക്കുകൾക്ക്. അവനെ നിർജീവമാക്കാൻ പോകുന്ന മരവിപ്പ്. നന്ദൻ കണ്ണ് ഇറുക്കിയടച്ചു തുറന്നു. എത്ര പെട്ടെന്ന് അവൾക്ക് താൻ അന്യനായത്. ആ കണ്ണുകൾ തന്നെ നോക്കുന്നു. സോറി. യാന്ത്രികമായി അവൻ കൈവിട്ടു. അവൻ്റെ പിടിയിൽ നിന്നും സ്വതന്ത്രമായ കൈകളെ തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ടായിരുന്നു മീര. നന്ദൻ അവൾക്ക് വഴിമാറിക്കൊടുത്ത് ലാസ്റ്റ് ബെഞ്ചിലേക്ക് നടന്നു. ബാഗ് തുറന്ന് തൻ്റെ ഫോൺ എടുത്ത് തിരികെ വന്ന് മീരയ്ക്ക് മുന്നിൽ നിന്നു. ഇന്ന് ഫോൺ കൊടു, എന്നിട്ട് ആ ഫോൺ താ. ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു വാങ്ങേണ്ടി വരും. വേഗത്തിൽ ശ്വാസമെടുത്ത് തന്നെ ശാന്തമാക്കാൻ ശ്രമിച്ചു നന്ദൻ. മീര. പേര് വിളിച്ചതും അവളുടെ കൈയുടെ നടുക്കം കൂടി. തന്നിലെ ലീഡറിന്റെ ഊർജം ചോർന്നൊലിക്കുന്നു. ഇതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ തനിക്ക്? പെട്ടെന്ന് അവൾ കൈ തുറന്ന് അവന് നേരെ നീട്ടി. നന്ദൻ ആൻഡ്രോയുടെ ഫോൺ എടുത്ത് പകരം തൻ്റെ നോക്കിയ X2 കയ്യിൽ വെച്ചു. തിരികെ അവൻ്റെ ബെഞ്ചിലേക്ക് നടന്ന് ഫോൺ ആൻഡ്രോയ്ക്ക് കൊടുത്തു. നാ. എന്തിനായിരുന്നടാ? പോട്ടടാ.
അവൻ ബെഞ്ചിലിരുന്നു. എല്ലാ കണ്ണുകളും അവനെ ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആർക്കും, പ്രത്യേകിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഫോണുമായി പിടിക്കപ്പെടുമ്പോൾ. പക്ഷെ അതല്ലല്ലോ തൻ്റെ പ്രശ്നം. മരണപണി പോലെ കേട്ടു ബെല്ലടി. ബ്രേക്കാണ്. ആരും പുറത്തു പോയില്ല, മീര ഒഴികെ. സ്റ്റാഫ് റൂമിൽ നിന്ന് അവൾ തിരികെ വരും വരെ വാതിലിൽ കണ്ണുനട്ടിരുന്നു ക്ലാസ്. നന്ദന്റെ കഴുത്ത് ഡെസ്കിലേക്ക് വഴുതി വീണു. അവൻ കണ്ണടച്ച് കിടന്നു. വേദനിക്കുന്നു നന്ദ, കൈവിട്. തൻ്റെ പേരവൾ വിളിച്ചിരിക്കുന്നു, തന്നെ നോക്കിയിരിക്കുന്നു. ചുണ്ടുകൾ ഭേദിച്ചൊരു പുഞ്ചിരി അവനിൽ മുട്ടിട്ടു. അതേ വേഗത്തിൽ വ്യഥ നിറഞ്ഞ് ആ ചിരി ഉരുകിത്തീർന്നിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ബെൽ കേട്ടപ്പോൾ മീര വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു മിസ്. നന്ദൻ കണ്ണു തുറന്നു. തന്നെ നോക്കിയാണ് അവൾ നിൽക്കുന്നത്. എന്നാലും പേര് വിളിക്കില്ല. ആരോട്? അവൻ കഴുത്തുയർത്തി ചോദിച്ചു. പറയൂ, കേൾക്കട്ടെ. അവൾ മടിച്ചു നിന്ന് അവനെ നോക്കി. മറ്റെല്ലാ കണ്ണുകളും തന്നെ നോക്കുന്നുണ്ട്, ഒരു ക്രൂരയെപ്പോലെ. ക്രൂരതയാണ്. കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. അവൻ തന്നെയും കണ്ടില്ലെന്ന് നടിച്ചെങ്കിൽ അവനത് ചെയ്യുന്നുണ്ടോ? 1000 ചോദ്യങ്ങൾ കൊണ്ട് സമൃദ്ധമല്ലേ ആ മുഖം. പിന്നെങ്ങനെ താൻ പഴയ മീരയാകും? എങ്ങനെ ലീഡറാകും? പഴയ മീര ആയേ പറ്റൂ, ലീഡർ ആയേ പറ്റൂ. അവളുടെ ചുണ്ടുകൾ ചലിച്ചു. നന്ദനെ, അത് മതിയായിരുന്നു അവന്. വേറൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. തനിക്ക് അർഹതയില്ല. വാതിൽക്കൽ മീരയെ കടന്നു പോകുമ്പോൾ ഒരു നോക്ക് അവൻ അവളെ നോക്കി. ഒരു കുലുക്കവുമില്ല. കൺവെട്ടിച്ചവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. പിറുപിറുത്ത് ക്ലാസ് അവളെ നോക്കുന്ന കണ്ടതും മീര അവളുടെ ഇരിപ്പിടത്തിൽ പോയിരുന്നു. ഇനി തൻ്റെ ആവശ്യമില്ല. ആരും വാ തുറക്കാൻ മുതിരില്ല. അവരൊക്കെ തന്നെ മനസ്സാൽ പഴിക്കുന്ന തിരക്കിലാണ്. വീണ്ടും ലീഡറാക്കിയതിന് അവന് വൃത്തി കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡോ മാത്രം മുറുമുറുത്തു. ഞാൻ ആരോടും ലീഡറാക്കാൻ പറഞ്ഞില്ല. തൻ്റെ കുറ്റബോധക്കൂട്ടിൽ ഒരു കണക്ക് കൂടി എഴുതി ചേർത്തവൾ ഡെസ്കിലേക്ക് ചാഞ്ഞു. തല ചായ്ഞ്ഞ ആ കയ്യിൽ അപ്പോഴും ആരുടെയോ വിരലുകൾ അമർന്ന പാട് ചുവന്ന് തെളിഞ്ഞു കിടന്നിരുന്നു. കൈയോട് തൊട്ടൊരുമി ആർക്കും വേണ്ടാത്തൊരു മഞ്ജു. വീട്ടിന് മുന്നിൽ വണ്ടി വന്ന് നിന്നത് അമ്മയും രാധികേച്ചിയും മുറ്റത്തേക്കിറങ്ങി. വണ്ടിയിൽ നിന്ന് മീരയുടെ സാധനങ്ങളും കുറച്ച് ഭക്ഷണ സാധനങ്ങളും നവീൻ ഇറക്കി വെച്ചു. അവൻ്റെ ഒപ്പം ആരതിയും അകത്തേക്ക് കയറി. അവളെ കണ്ടതിൽ മാത്രം അവർക്കൊരു തെളിച്ച ഉണ്ടായിരുന്നില്ല. നവീനെ വീട്ടിൽ നിന്നും അകറ്റിയത് അവളാണല്ലോ. 2 ദിവസം എന്ന് പറഞ്ഞ് പോയവളാണ്. ഇങ്ങോട്ട് കയറി വാടി. രാധിക മീരയെ വലിച്ച് അകത്തേക്ക് കയറ്റി. നീയാകെ ക്ഷീണിച്ചല്ലോ മീരു. അമ്മയ്ക്ക് തിരിച്ചറിയാൻ ഒരു നിമിഷം മതി. എനിക്കൊരു കുഴപ്പമില്ല. അവൾ ഒരു ബാഗും എടുത്ത് അകത്തേക്ക് കയറി. മതിലിൻ്റെ അപ്പുറം നിന്ന് ആൻഡോ നോക്കുന്നത് നവീൻ കണ്ടിരുന്നു. നവീനെ കണ്ടതും ആൻഡോ അകത്തേക്ക് പോയി. സ്കൂളിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെന്ന് നവീനും ആരതിക്കും തോന്നിയിരുന്നു. തൻ്റെതായ രീതിയിൽ മീര അതൊക്കെ തരണം ചെയ്യുകയാണെന്നും അവർക്ക് മനസ്സിലായി. കൃത്യമായ ആ രീതികൾ അവൾ പറഞ്ഞില്ലെങ്കിലും. വീട്ടിൽ തിരിച്ചു വന്നത് മീരയ്ക്കും ഒരു പ്രതീക്ഷയേകി. തിരികെ ജീവിതം പഴയ പോലെ ആകുമല്ലോ. എത്രനാൾ തനിക്ക് നവീനെ ആശ്രയിച്ച് നിൽക്കാൻ കഴിയും? രാജീവേട്ടൻ എവിടെ? ഏട്ടൻ ലോഡെടുക്കാൻ പോയേക്കുക. ഇപ്പോൾ വരും. അച്ഛനോ? വരേണ്ട സമയമാകുന്നു. ബുക്ക് കെട്ടും ബാഗുകളും നവീൻ അവളുടെ റൂമിൽ കൊണ്ടുവച്ചു. തൻ്റെ റൂം കണ്ടതും മീര ആ റൂമിൻ്റെ ഗന്ധം ആസ്വദിച്ചു മണത്തു. ഒക്കെ അവൾ മിസ് ചെയ്തിരുന്നു. കട്ടിലേക്ക് അനായാസേന വീണ് തലയിണയെ മീര മാറോട് ചേർത്ത്. തൻ്റെ സകല രഹസ്യങ്ങളുടെയും പങ്കാളി, തന്നെക്കാൾ നന്ദനെ പ്രണയിച്ചവൾ. ഡി, വാതിൽ തുറക്കടി. ശബ്ദം കേട്ടപ്പോഴേ അവൾക്കറിയാമായിരുന്നു രാജീവൻ എത്തിയെന്ന്. അവൾ വാതിൽ തുറന്നു. കയ്യിലൊരു പൊതി പരിപ്പൂടയുമായി നിൽക്കുന്നു രാജീവൻ. നാ, പൊതി അവൻ തുറന്നു കാട്ടി. ഒരെണ്ണം എടുക്കാനാണ് അവൻ ഉദ്ദേശിച്ചത്. പൊതി മൊത്തം വാങ്ങി അവൾ വാതിൽ തിരികെ അടച്ചു. പിന്നെ എന്നെ നാളെ തൊട്ട് കൊണ്ടാക്കേണ്ടത് ഏട്ടനാട്ടോ. ഉവ്വ ഉവ്വ. അവൻ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. രാജീവൻ തന്നെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അവളെ സ്കൂളിൽ കൊണ്ടാക്കിയത്. ക്ലാസ്സിൽ എപ്പോഴും വന്ന് കയറുമ്പോൾ കാണുന്നത് നന്ദനെയാണ്. എന്നാൽ അന്ന് ലാസ്റ്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കായിരുന്നു ആൻഡോ. മിസ്സിനോട് എന്തോ ചോദിക്കാനെന്ന വണ്ണം അവൾ സ്റ്റാഫ് റൂം വഴി കറങ്ങി. അവിടെയും അവനില്ല. പിറ്റേന്നും സ്കൂളിൽ കണ്ടില്ല. കാണാത്തതിൽ ആശങ്ക തോന്നിയെങ്കിലും അവൻ്റെ അഭാവം അവൾക്കൊരു ആശ്വാസമായിരുന്നു. മറ്റൊരു ദിവസം അസൈൻമെൻറ്റ് വയ്ക്കാൻ വേണ്ടി ജൂലി മിസ്സിൻ്റെ ടേബിളിലേക്ക് മീര നടക്കുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു ഓട്ടോ വന്നു നിന്നു. ഓട്ടോയിൽ നിന്നും സ്കൂൾ യൂണിഫോമിൽ ആരോ പുറത്തിറങ്ങി. നന്ദൻ. കണ്ടതും സ്റ്റാഫ് റൂമിന് മുന്നിലെ തൂണിന് പിന്നിലേക്ക് മാറി നിന്നു മീര. ഓട്ടോയിൽ നിന്ന് ഒരു ആൻറ്റി കൂടി ഇറങ്ങി. അവർ പൈസ കൊടുത്തതും ഓട്ടോ തിരികെ പോയി. അതാ ഞങ്ങളുടെ ക്ലാസ്. 2ാമത്തെ നിലയിലെ റൂം അവൻ അമ്മയ്ക്ക് ചൂണ്ടിക്കാട്ടി. മറ്റൊരു കെട്ടിടത്തിലേക്ക് അവൻ്റെ കൈ തിരിഞ്ഞതും തൂണിൽ ചാരിയൊരു രൂപം ഒളിഞ്ഞു മറിഞ്ഞും തന്നെ നോക്കുന്നത് അവൻ കണ്ടിരുന്നു. കാണാത്ത ഭാവത്തിൽ അവൻ കൈ തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നീട്ടി. അതാ സ്റ്റാഫ് റൂം. നന്ദൻ കാണിച്ച ഭാഗത്തേക്ക് ഊർമിള അവനെയും കൂട്ടി നടന്നു. സ്റ്റാഫ് റൂമിൽ വളകളും മാലകളും വിൽക്കുന്ന ഒരാളോട് സംസാരിച്ചിരിക്കുമായിരുന്നു ജൂലി മിസ്. നന്ദനെ കണ്ടതും അവരുടെ മുഖം ചുവന്നു തൊടുത്തു.
നന്ദ, നീ കുറച്ചു നേരം പുറത്ത് നിൽക്ക്, ഞാൻ ടീച്ചറിനോട് സംസാരിച്ചിട്ട് വരാം. കേൾക്കേണ്ട താമസം അവൻ ഓടി പുറത്തിറങ്ങി. അവിടെ തൂണിന് പിന്നിൽ നിന്ന ആൾ എത്തി വലിഞ്ഞു നോക്കിയതും നന്ദൻ പുറത്തേക്ക് വരുന്ന കണ്ട് അവൾ ഓടി സ്റ്റാഫ് റൂമിൽ കയറി. മിസ്, അസൈൻമെന്റ് ഇവിടെ വെച്ചേക്ക് മീര. അനുസരണയോടെ അവൾ ബുക്കുകൾ അടുക്കിപ്പെറുക്കി ഒതുക്കിക്കൊണ്ടിരുന്നു. വല്ലതും അവർ സംസാരിക്കുവാണെങ്കിൽ കേൾക്കാമല്ലോ. സാരമില്ല മീര, വെച്ചേക്ക്, ഞാൻ ഒതുക്കി വെച്ചോളാം. ശരി മിസ്. അടവേൽക്കാതെ അവൾ മെല്ലെ പുറത്തേക്കിറങ്ങി. അവൻ്റെ ക്ലാസ്സിലാ ഈ കൊച്ചും, മിടുക്കിയ. ഇവളാ നിങ്ങളുടെ മോൻ്റെ കുരുത്തക്കേട് പൊക്കിയത്. എന്നിട്ടത് ചോദിക്കാൻ ചെന്ന എൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ നിങ്ങളുടെ മോൻ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾക്ക്? ജൂലി മിസ് ഫയർ ചെയ്തതൊക്കെ ഊർമിള കേട്ടിരുന്നു. ഒടുവിൽ സമാധാനം പറഞ്ഞ് നന്ദൻ്റെ ഫോണും കൊണ്ടവർ പുറത്തിറങ്ങിയതും അടുത്ത കെട്ട് ബുക്കും കൊണ്ട് മീര വന്ന് കയറിയതും ഒന്നിച്ച്. സോറി ആൻറ്റി. സാരമില്ല, ഊർമിള വഴിമാറി കൊടുത്തു. ബുക്കും താങ്ങി പിടിച്ച് മീര അകത്തേക്ക് കയറുന്നത് ഒരു ഓരം നിന്ന് കാണുന്നുണ്ടായിരുന്നു നന്ദൻ. ഊർമിള നന്ദൻ്റെ അടുത്തേക്ക് നടന്നു. അവളാണോ ഫോൺ പിടിച്ചത്? താല്പര്യമില്ലാതെ അവൻ മറുപടി കൊടുത്തു. നന്ദു. ഡാ ചെക്ക, ഇങ്ങോട്ട് നോക്കിയേ. നന്ദൻ നോക്കാൻ കൂട്ടാക്കിയില്ല. നന്ദാ. അവൻ ഇടഞ്ഞു നിൽക്കുന്ന കണ്ടതും ഊർമിള അവൻ്റെ തോളിൽ കൈയിട്ട് അടുത്തുള്ള മാവിൻ ചുവട്ടിലേക്ക് നടന്നു. ഇരിക്കടാ. ലേശം കൂടി ക്ഷമയില്ലാതെ അവൻ അമ്മയെ നോക്കി. കഴിഞ്ഞെങ്കിൽ പോവാമാ പ്ലീസ്. ആദ്യമായിട്ടല്ലേ ഞാൻ നിന്റെ പരാതി കേൾക്കാൻ വരുന്നേ, പതുക്കെ പോകാണ്ട. ഒഴുകി നടന്ന ഷിഫോൺ സാരി കറക്കി ഇടുപ്പിൽ കുത്തി ഊർമിള മാവിനെ ചുറ്റിയുള്ള സിമന്റ് തിട്ടയിൽ കയറിയിരുന്നു. എന്നു മുതലാ നീ ബാക്ക് ബെഞ്ചറായേ? എടാ. അവനൊന്നും മിണ്ടാതെ മണ്ണിൽ മുഴച്ചു നിന്ന മാവിൻ്റെ കുറ്റിയെ മെതിക്കാൻ തുടങ്ങി. നീ ആ ടീച്ചറിനോട് എന്തൊക്കെയാടാ പറഞ്ഞേ? അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതിലെന്താ ഇത്ര തെറ്റ്? അവൻ വീരോടെ പറഞ്ഞ അമ്മയെ നോക്കി. എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് അവർ ഫോൺ വിളിക്കണം ഞാൻ കണ്ടിട്ടുമുണ്ട്. ഈ അവര് ഇവരെന്നൊക്കെ എന്നാ നീ വിളിക്കാൻ തുടങ്ങി? അവൻ കൈ പിന്നിൽ കെട്ടി മരക്കുറ്റികളെ നോക്കി നിന്നു. സ്റ്റാഫ് റൂമിൽ ബുക്ക് വെച്ച് അപ്പോഴാണ് മീര പുറത്തിറങ്ങിയത്. ഇറങ്ങിയ പാടെ കണ്ണ് ചുറ്റുമോടി. മരച്ചുവട്ടിൽ നന്ദനും അമ്മയും. മീരയെ ഊർമിളയും ശ്രദ്ധിച്ചിരുന്നു. അവളുമായിട്ടാണോ പ്രശ്നം? എനിക്കാരുമായിട്ട് ഒരു പ്രശ്നവുമില്ല. വാക്കുകൾ കള്ളത്തിൽ പൊതിഞ്ഞാലും കണ്ണുകൾ കളവ് പറയില്ല. അവൻ്റെ കണ്ണ് നിമിഷനേരം കൊണ്ട് നിറഞ്ഞു വന്നു. അത് ഊർമിളയും കണ്ടു. നന്ദ, നീ കാര്യം പറയുന്നോ അതോ ഞാൻ അവളെ വിളിച്ച് ചോദിക്കണോ? മാ, കാര്യം പറയടാ ചെക്ക. വിട് മാ, വാ വീട്ടിൽ പോകാം. നന്ദൻ ചിണുങ്ങി അമ്മയുടെ കൈ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു. ഊർമിള ഉറച്ചു തന്നെ അവനെ നോക്കി. അവൻ്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പുന്നത് അവൻ അറിയുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. ഇവൻ എന്താ പറ്റിയേ? നന്ദു, ഇഷ്ടമാണോ കുട്ടിയെ? അവൻ കഷ്ടപ്പെട്ട് കളിച്ച നാടകമൊക്കെ പൊളിഞ്ഞു. ഇടത് കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയിരുന്നു. നന്ദു. സ്നേഹം നിറഞ്ഞ ആ വിളി അവനെ വളർത്തിക്കൊണ്ടിരുന്നു. അമ്മയുടെ മുന്നിൽ വെച്ച് കരയാനുള്ള അപകർഷതാബോധം. അവൻ തിരിഞ്ഞു നിന്ന് കണ്ണൊപ്പിയെടുക്കാൻ നോക്കിയെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല. രണ്ട് കണ്ണും വാർന്നൊഴുകി. എന്നെക്കൊണ്ട് പറ്റുന്നില്ലമ്മ, എന്നെക്കൊണ്ട് പറ്റണില്ല. അവനോടി അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ചു. സാരിത്തലപ്പിൽ അവൻ്റെ സങ്കടം ഒഴുകിപ്പറന്നു. ഊർമിള അവനെ ചേർത്ത് പിടിച്ച് തലോടുന്നുണ്ടായിരുന്നു. അവൾക്കറിയോ? അവൾക്ക് ഇഷ്ടമല്ലേ? അതിനെന്തുത്തരം പറയണം? കണ്ണ് പാതി തുടച്ച് അവൻ ഇല്ലെന്ന് തലയാട്ടി. എന്തിനാമ അവൾ എനിക്ക് ആശ തന്നെ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? കൊല്ലുക എന്നെ. എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ. വെറുത്ത് 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 പോവാൻ ഞാൻ എന്നെ തന്നെ. വാക്കുകൾ പലതും തൊണ്ടയിൽ കുടുങ്ങിക്കിടന്നു. അവൾക്കും വെറുപ്പാ എന്നെ. ഒന്ന് നോക്കാൻ പോലും കഴിയാത്തത്ര വെറുപ്പ്. കണ്ണു തുടച്ച് നന്ദൻ വിദൂരതയിൽ നോക്കി നിന്നു. രണ്ടാമത്തെ നിലയിൽ നിന്നും രണ്ട് കണ്ണുകൾ അവനെ നോക്കി നിൽക്കുന്നതറിയാതെ.